ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ശരവണ ഭവൻ സ്റ്റൈൽ ഒരു ബാജി കറിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാജി കറി. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് ഈ ബാജി കറി ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. നമുക്കൊരു സ്പെഷ്യലായിട്ട് ബാജി കറി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3 വലിയ സൈസുള്ള ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 വിസിൽ വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരു കളർ ചേഞ്ച് ആയി ഒന്ന് മൂത്ത് വന്നെന്ന് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ആദ്യം തന്നെ ഇടുന്ന സമയത്ത് ഒരു കയ്പ്പ് ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു ജസ്റ്റ് മൂത്ത് വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളെ പരിപ്പുകളൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്. ഇത് വലിയ പച്ചമുളകാണ്, അധികം എരിവൊന്നും ഇല്ലാത്തത്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരട്ടെ. നമ്മൾ ഉള്ളിയും പച്ചമുളകെല്ലാം ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് അങ്ങ് അടിഞ്ഞു പോകുന്ന രൂപത്തിൽ വാടി കിട്ടണമെന്നില്ല, അത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇതേപോലെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വറക്കുന്ന രൂപത്തിലാക്കിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു കളർ കിട്ടും നമ്മുടെ ബാജി കറിക്ക്. നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ഇതുണ്ടാകും. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലെ മാഷിങ് സ്പൂണോ വെച്ചിട്ട് ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ഇട്ടിരുന്നു. അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാജി കറിക്ക് ഒരുപാട് പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ നമ്മൾ മല്ലിയില എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഒന്ന് വിതറിയിട്ടെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാജി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.